ഈ 4 പേരെ സിനിമയിലെടുത്തോ? ആ സിനിമയിലല്ലേ? അങ്ങനെയോ? ഞാൻ അഭിനയിക്കാൻ പോയോ? അല്ല, പറയാൻ പറ്റില്ല. ചിലപ്പോ നാക്ക് നല്ല ഗുളിയെ നിൽക്കുന്ന സമയമാണല്ലേ അഭിനയിക്കാനും വിളിക്കും. ഇത് ഗ്രൂപ്പല്ലേ പാടിയത്. അത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയരുത്. കാരണം ഞാനൊക്കെ എൻ്റെ ബിഗിനിങ് സമയത്ത് എത്രയോ കോറൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ റേഡിയോയിലുണ്ടായിരുന്നു. അതിൽ എത്ര വർഷമായിരുന്നു ഞാൻ പാടിയത് കൂട്ടപ്പാട്ട്. പക്ഷേ പാടുമ്പോൾ നമ്മൾ സിൻസിയറായിട്ട് പാടും. അതിൽ നിന്ന് ഓരോ പടിയായിട്ട് മുമ്പോട്ട് വന്നു. നിങ്ങളും അങ്ങനെ ഉയർന്ന സ്ഥാനങ്ങളിൽ വരട്ടെ, ഉയർന്ന പാട്ടുകാരായിട്ട്, അതായത് ഇന്ത്യ അറിയുന്ന എല്ലാ ഭാഷകളിലും അറിയുന്ന പാട്ടുകാരായിട്ട് മാറട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഇല്ല, എന്താണ് മണിശർമ്മ മ്യൂസിക് ഡയറക്ടർ മണിശർമ്മയുടെ അവിടെ ഉള്ള ഒരു 6 കോറസാണ് ഞാൻ നമ്മുടെ പാടുന്ന. അതെ, ദേവാനന്ദ്, രമേശ് വിനായകം, മുരളി, അദ്ദേഹം മരിച്ചുപോയി, എൻ്റെ ബ്രദർ. അപ്പം ഞങ്ങളുടെ കോറസ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് കോറസാണ്. അത് അവിടെ അദ്ദേഹത്തിന് മെയിൻ പാടിയിട്ടുള്ളവർ പോലും അത്രയും നന്നായിട്ട് പാടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മണിശർമ്മയുടെ കോറസ് ഞങ്ങളുള്ള സമയം കിടുക്കാച്ചിയായിരുന്നു. കാര്യം എല്ലാവരും സിൻസിയറായിട്ട്. പിന്നെ ഞാൻ അല്ല, എത്ര പാട്ട് അല്ല, നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം ഇപ്പോൾ എന്നെക്കാളും ടാലൻ്റ് ഉള്ളവരാണ്. അവരൊക്കെ അസാധ്യമായിട്ട്, അപ്പം നമ്മൾ ഇന്ന് പാടുമ്പോൾ ശ്രുതി ശുദ്ധമായിട്ട് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അത് നമ്മൾ നെഞ്ച് തട്ടി പറയും. അതിലൊന്നും ഒരു മടിയും വിചാരിക്കുകയും ചെയ്യരുത്. ഞാൻ ഇപ്പോൾ ജോൺസേട്ടൻ്റെ പാട്ടിനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം ഔസേപ്പച്ചൻ ചേട്ടൻ, ഇവരൊക്കെ സ്വന്തം ചേട്ടനെ പോലെ അല്ല. അതാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വേറൊരു പാട്ടിൻ്റെ റെക്കോർഡിങ് ആയിരിക്കും, ഒരു കോറസിൻ്റെ ഒരു പീസ് കാണും. നമ്മൾ കയറിയെന്ന് പാടും. കാരണം ഒരു രസം, അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വെൽക്കം ടു മലയാളം സിനിമ. പിന്നെ സിംഗേഴ്സ് വിളിക്കും, പുതിയ സിംഗേഴ്സ് വിളിച്ചിട്ട് കോറസ് പാടാനെങ്കിലും വിളിക്കുമോ എന്ന് ചോദിക്കും. ഈ കോറസ് പാടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ലീഡ് പാടാൻ അത്ര ബുദ്ധിമുട്ടില്ല, കോറസ് പാടാനാണ് കാരണം സിങ്ക് മറ്റേത് വർഷം 100,000 കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇവരുടെ കൂടെ അങ്ങ് അർമാദിച്ചേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കൊന്ന് അതിൻ്റെ തലേന്നാണെന്ന് തോന്നുന്നു, ഞാൻ സതീഷ് ഭായി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സതീഷ് ഭായി അടിച്ച് പൊളിച്ച് തെറിച്ച് പാടുന്ന ഒരു 4 പേരെ എനിക്ക് വേണം. അതുകൊണ്ട് അവരെ ഞാൻ ഗ്രൂമിംഗ് എന്ന് ഞാനിങ്ങനെ എടുക്കും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇവർ 4 പേരും വന്നു. ഇത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത് നമ്മുടെ അജലാണ്. ക്യാമറമാൻ അജലാണ് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തത്. അപ്പം ആദ്യം ശ്രീകുട്ടൻ ചേട്ടൻ്റെ ടേക്സ് കംപ്ലീറ്റ് എടുത്തിട്ട് ചേട്ടൻ്റെ ഒരു വർക്ക് തൊട്ടപ്പുറത്തെ സ്റ്റുഡിയോയിൽ ഒരു ഭക്തിഗാനത്തിൻ്റെ ഒരു സംഭവം അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഞാൻ ഇവരെ കയറ്റി ഇവരത് ടപ്പ് എന്ന് പറഞ്ഞത് ഗ്രാസ്പ് ചെയ്യുന്നു, പാടുന്നു, ഗ്രാസ്പ് ചെയ്യുന്നു. ആകെ എനിക്ക് പ്രശ്നം ഉണ്ടായത് ദോശയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും സെയിം നോട്ട്സ് പാടുമ്പോൾ ദോശ മാത്രം ഇഡ്ഡലിയാവും ഇടയ്ക്ക്. പറയൂ സാർ, ഞാൻ എന്താ സംഭവിച്ചത് അവിടെ? അല്ല, അത് അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. നീയായിട്ട് അടി പൊളിയായിരുന്നു, അടി പൊളിഞ്ഞു എന്നാ പറഞ്ഞു. ഇല്ലല്ല, ചീത്തൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാനാകെ എൻ്റെ ചീത്ത എന്ന് പറയുന്നത് ഒന്നുകൂടെ, അത്രേ ഉള്ളൂ. അല്ലാതെ 100 വട്ടം പാടി അവിടെ മാത്രം. പക്ഷെ രസമായിരുന്നു അവരുടെ കൂടെയുള്ള ആ ഒരു റെക്കോർഡിങ് എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്ക് ആ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര, KSM സ്റ്റുഡിയോസിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആക്ച്വലി അവരോടാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സിനിമയിലൊരു പാട്ട് പാടിയിരിക്കാണ്. എന്താ പറയുക, ഇപ്പോൾ ഷാനൊക്കെ കുറേ പാട്ടുകൾ ചെയ്തതല്ലേ സിനിമയിലൊക്കെ. അപ്പം നമ്മളതൊക്കെ അത് കണ്ടിട്ട് മാത്രമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോകുന്നു, ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ MG സാർ അവിടെ നിൽക്കണ്. അപ്പോൾ തന്നെ ഞങ്ങളെ കിളിയൊക്കെ പോയി. പാട്ടച്ചവനെ വേറെ ലെവല് പാട്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഭയങ്കര ആഗ്രഹം, വലിയ പാട്ടാവണേ എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ ബൂത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഷാനൊക്കെ വന്നിട്ട് പാടുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു വീഡിയോ കാണിച്ചു തന്നെ, ഈ ഐറ്റാണ് പാടാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി, ഒരു രക്ഷയില്ലാത്തൊരു വിഷ്വല്. അപ്പം തന്നെ നമ്മൾക്ക് ആവേശമായി, അടിച്ച് പൊളിക്കണം എന്നുള്ള മൂഡിരുന്നു. അപ്പോൾ പിന്നെ റെക്കോർഡിംഗ് ആണെങ്കിൽ നമ്മൾ പിന്നെ ആലോചിച്ച് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ സിനിമയിലൊക്കെ ഇത്ര ചില്ലാണോ റെക്കോർഡിംഗ് എന്ന് ആലോചിച്ചു നമ്മൾ. കോറസ് ആണെങ്കിൽ കുറെ പാടാനുണ്ട്, ഇടയ്ക്ക് ഞങ്ങൾ കുരക്കണൊക്കെ ഉണ്ട്, ചുമക്കുന്നുണ്ട്, കുറെ പാടിയിട്ട് ഒരു പറയുന്നുണ്ട് വെള്ളം മൊത്തം കുടിച്ച് തീർത്തു. ഒരു ബോട്ടിൽ വെള്ളം നിന്നതിൽ കുടിച്ച് തീർത്ത് വേണ്ട എന്ത് പറഞ്ഞ പാടാൻ വയ്യ, ചുമക്കണ്, ഇത് ഒരു വരി തന്നെ എത്ര വട്ടമാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിന്നിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് ആ കോറസ് അല്ലേ കുറെ ടേക്ക് എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഷാനിക്ക 2 പേര് തെറ്റിയാലും ഷാനിക്ക ഭയങ്കര ചില്ലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കയറ്റി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ ഉടനെ ഷാൻ എന്നെ വിളിച്ചു പറഞ്ഞു കാളരാത്രി ആയിരുന്നു അണ്ണ ഇന്നലെ. പിന്നെ MG സാറ്
ചീച്ചി. റിഞ്ചി. ഫ്രഞ്ച്. ഓക്കെ അശ്വിൻ. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സന്തോഷം. ഷാൻ സാറിൻ്റെ ഒരു മൂവിയിൽ ഒരു ഭാഗമാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഗോവിൻ. സെയിം തന്നെയാണ്. അതന്നെ, same ഷാനിക്കയുടെ മൂവിയിൽ ഇപ്പം വന്നപ്പോൾ തന്നെ വിനീതയുടെ ശബ്ദം ഓൾറെഡി കേട്ടു. പിന്നെ എം ജി സാറ് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെയാണ് നമ്മൾ പാടുന്നത്. ഈ പറഞ്ഞ പോലെ വിഷ്വൽ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇപ്പോൾ ഭയങ്കര മൊത്തത്തിൽ ഹാപ്പി. എന്തായാലും ഒരു വർക്കിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നി. ഓക്കെ. ദോശ കൂടി ചോദിക്കും. ദോശ. ആ ഇനി ഞാൻ പറയാം. താങ്ക് യു സർ. താങ്ക് യു അമൃത ടി വി ഓപ്പർച്യൂണിറ്റി തന്നതിന്. പിന്നെ താങ്ക് യു സർ. സതീഷ് ഭായിയോട് താങ്ക്സ് പറ. ആ സതീഷ് സാർ താങ്ക് യു സോ മച്ച്. പിന്നെ എം ഡി സാർ താങ്ക് യു സർ. സാറിനൊപ്പം ഞാൻ എന്ത് ചെയ്ത് സാറിനൊപ്പം പാടാൻ പറ്റിയില്ലോ. അതിന് ഷാൻ റഹ്മാൻ സാർ അല്ല അത് ഇനിയുണ്ട്. വെയിറ്റ് അതെ അതെ അതെ. വെയിറ്റ് ആൻഡ് സീ. അല്ല ദോശേ മഞ്ചേരിയുടെ അടുത്തും കൂടെ പറ താങ്ക്സ്. ഇതൊക്കെ കേട്ടോണ്ടിരുന്നില്ലേ?